എൻ്റെ പേര് ഡോക്ടർ ജിജി ജോസഫ്. ഞാൻ കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻസ് മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഏവർക്കും ലോക വൃക്ക ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. വൃക്ക രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണത്തിനായി എല്ലാ വർഷവും മാർച്ച് 2-ാമത്തെ വ്യാഴാഴ്ച ലോക വൃക്ക ദിനമായി ആചരിക്കുന്നു. വൃക്ക രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വളരെ വൈകി മാത്രമേ ഒരാളിൽ കാണുകയുള്ളൂ. 10-ൽ ഒരാൾക്ക് വൃക്കരോഗം ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുകയാണെങ്കിൽ വൃക്കരോഗത്തിൻ്റെ വ്യാപ്തിയും വൃക്ക സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും ഒരാൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ വൃക്ക സംരക്ഷിക്കുന്നതിന് നാം എന്താണ് ചെയ്യേണ്ടത്? ചിട്ടയായ വ്യായാമം, നല്ല ആഹാര രീതി, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുക, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, വേദന സംഹാരികൾ പോലുള്ള ഗുളികകൾ കഴിക്കാതിരിക്കുക, പുക വലിക്കാതിരിക്കുക. ഈ വക കാരണങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വൃക്കയെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. വളരെ ലളിതമായ ലാബ് ടെസ്റ്റായ രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവ്, മൂത്രത്തിലെ പ്രോട്ടീൻ്റെ അളവ് പരിശോധനയിലൂടെ വൃക്കരോഗം നേരത്തെ മുൻകൂട്ടി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. പാരിസ്ഥിതിക വ്യതിയാനം മൂലമുള്ള വൃക്കരോഗങ്ങളും വൃക്കരോഗങ്ങളുടെ ചികിത്സ കാരണമുണ്ടാകുന്ന പാരിസ്ഥിതിക വ്യതിയാനങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ ലോക വൃക്ക ദിനത്തിനുള്ള ചർച്ചാ വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വർഷത്തെ ലോക വൃക്ക ദിനത്തിന്റെ തീം കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ, കെയറിംഗ് ഫോർ പീപ്പിൾ, പ്രൊട്ടക്റ്റിംഗ് ദ പ്ലാനറ്റ് എന്നാണ്. നമ്മുടെ കിഡ്നി സംരക്ഷണത്തിനോടൊപ്പം തന്നെ നമ്മുടെ ഭൂഖണ്ഡത്തെയും സംരക്ഷിക്കേണ്ട കടമ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു യജ്ഞത്തിൽ എല്ലാവരും പങ്കുചേരുവാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നന്ദി.